ഇതാണ് സംഭവം. ഇതിൽ ലൈറ്റിൻ്റെ കണക്ഷൻസ് മാത്രമാണ് ബോഡിയിലോട്ട് വരുന്നൊരു കണക്ഷൻ വരുന്നത്, ബാക്കിയെല്ലാം ആ ഒരു ഇതിനകത്താണ്. ഇനി നമുക്കൊന്ന് അതിനകത്തോട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അത് മോട്ടറാണ്. മോട്ടറിനകത്ത് എന്താ പറയുക, കൂൾ സിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, കൂളിങ്ങിനുള്ള അതൊക്കെ കൊടുത്തിട്ടാണ്. ഇൻ്റഗ്രേറ്റഡ് ഈസി ആയിട്ട് വരുന്ന ടൈപ്പ് ആട്ടോസ് എന്താ പറയുക ബോഡി വരുന്നത്. ഇതാണ് നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യുന്ന പോർട്ട്, നേരത്തെ കാണിച്ചില്ലേ റെഡ്. ഇതാണ് ഇതിൻ്റെ സസ്പെൻഷൻ വരുന്നത്. സസ്പെൻഷൻ ഇച്ചിരി ഹാർഡായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓടിക്കുമ്പോൾ. ബോഡി തീരെ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് സസ്പെൻഷൻ അങ്ങനെ നമുക്കങ്ങ് ഫീൽ ചെയ്യാൻ ഇച്ചിരി പാടാണ്. പിന്നെ ഇവിടെയാണ് ഇതിൻ്റെ ബാറ്ററി വരിക. ഈ ഒരു കമ്പാർട്ട്മെൻറ്റിനകത്ത് ഇവിടെയാണ് നമുക്ക് ഫിക്സ് ചെയ്യാനുള്ളത്. എല്ലാം ഒരു പിന്നിൻ്റെ കളികളാണ്. അപ്പോൾ അതിന് മാത്രം പിന്നെ അവർ കവറിൽ എക്സ്ട്രാ തന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ റിസീവർ കാര്യങ്ങൾ വരുന്നത്. പിന്നെ അവിടുന്ന് ലൈറ്റിൻ്റെ കണക്ഷൻസ് അവിടെ വേറെയും എക്സ്ട്രാ ഫ്രീ പോർട്ട് ഉണ്ട്. അത് നമുക്ക് ഇൻഡിക്കേറ്ററൊക്കെ സെറ്റ് ചെയ്യാനുള്ളതായിരിക്കും അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഹെഡ് ലൈറ്റിൻ്റെ വയർ, അതുപോലെ തന്നെ ബ്രേക്ക് ലൈറ്റിൻ്റെ ബാക്കിൽ റെഡ് ലൈറ്റ് ഉണ്ട്. ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇവിടെയാണ് ഓൺ ബട്ടൺ വരുന്നത്. അതൊരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എപ്പോഴും ഓൺ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കവർ ഊരണം. കാരണം ഇടയ്ക്ക് ഇതായിട്ടില്ലെങ്കിൽ വണ്ടി ഓഫാവും ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ. ഇവിടെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും. റിമോട്ട് കണക്റ്റ് ആയിട്ടില്ലെങ്കിൽ, റിമോട്ട് കണക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലിങ്കിങ് ഓഫ് ആവും. ഇപ്പോൾ ഉണ്ടോ ബ്ലിങ്കിങ് ഓഫായി. റൈറ്റ് ലെഫ്റ്റ് പിന്നെ വലിയ സൈസ് ആയതുകൊണ്ട് അത്ര ടേണിങ് കിട്ടുന്നില്ല. എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് എന്താ പറയുക ത്രോട്ടിലിനൊരു എന്താ പറയുക കൺട്രോൾ വരുന്നുണ്ട്.